ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ തകർന്നു പോകുന്നതും അവരതിനെക്കുറിച്ച് പറയുന്നതും അവരുടെ മക്കളുടെ വേദനയും ഒരുപാട് വേദനകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കത് അത്രയും സിനിമയെ കാണിക്കാൻ പറ്റുമോ, കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, എണീറ്റ് നിൽക്കാൻ പോലും ആകാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ചവിട്ടേണ്ട സമയത്ത് നീ ചവിട്ടിക്കോടാ, ഞാനത് കൊള്ളാന്ന് പറയണതൊക്കെ ഒരു ഏത് ആർട്ടിസ്റ്റ് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തമിഴിലും വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ. ചില സ്ഥലത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഞാൻ കാണാറുണ്ടായിരുന്നു. ബട്ട് ടോയ് ചേട്ടൻ്റെ അടുത്ത് എനിക്ക് തീരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു 40-45 ദിവസം ട്രാവൽ ചെയ്തു. ഡെയിലി രാവിലെ വന്ന് വിജയ് സാറുടെ കൂടെ വർക്ക് ചെയ്യുക, വൈകുന്നേരം വരെ പുള്ളിക്കാരൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിന് എനിക്ക് സഹായിച്ചത് തന്നെ ലോകേഷ് സാറാണ്. ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ്. വിക്രമിലാണ് എനിക്കൊരു ലേബൽ കിട്ടിയത്. എല്ലാ വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെയിന്റിംഗ് വർക്ക് ആയാലും ബസ്സിൽ കണ്ടക്ടർ ആയാലും ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ കോർപ്പറേറ്റ് ആയിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടുണ്ട്. എയർടെലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രണവ് ടിയോഫിൻ നരിവേട്ട കണ്ടിറങ്ങി പ്രണവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം ക്ലിക്കാവണം അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ഒരുപാട് വർഷത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷം ഇതുപോലുള്ളൊരു സോളിഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അതും ജനങ്ങളോട് ഒരുപാട് കണക്ഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് ആദ്യം ഞാൻ അനുരാജ് ചേട്ടൻ തന്നെയാണ് അതിനെ നന്ദി പറയേണ്ടത്. പിന്നെ അഭിൻ ചേട്ടൻ അതിൻ്റെ റൈറ്റിംഗ് ഭയങ്കര പ്രോപ്പറായിരുന്നു. ഒരു പെർഫെക്റ്റ് ആർക്കിലോടുകൂടെ ആ ക്യാരക്ടർ എഴുതി വെച്ചു. നമുക്കതിൽ ഏത് ഡൗട്ട്സ് ഒന്നുമില്ല. ഈ ക്യാരക്ടർ എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും എന്നുള്ളത് അത്രയും ക്ലിയർ ആയിട്ട് അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അനുരാജ് ചേട്ടനോട് ഞാൻ പറഞ്ഞ കാര്യം, ഇതിൻ്റെ ഓഡിഷനിലൂടെ ഞാൻ സെലക്ട് ആവുന്നത്. സോ ഞാൻ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിയോട് പറഞ്ഞത്, പ്ലീസ് ട്രസ്റ്റ് മീ. എനിക്കത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാനപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ട്രസ്റ്റ് ചെയ്താൽ മതി, എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ പുള്ളി എന്നെ വിശ്വസിച്ചു. അതിപ്പോൾ വർക്കൗട്ടായി ആൾക്കാരിലേക്ക് എത്തി, നല്ല പ്രതികരണം കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. തമിഴിലേക്ക് ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തിരുന്നു അല്ലേ? യെസ്, അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പരിപാടി. ആക്ച്വലി ഇവർ ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങി പകുതി ആകുന്നത് വരെയും താമി എന്നുള്ള ക്യാരക്ടർ സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവരെപ്പോഴും അനുരാജ് ഷൂട്ട് തുടങ്ങിയിട്ടും അതെ, ഫസ്റ്റ് ഷെഡ്യൂൾ ആക്ച്വലി ആലപ്പുഴയിൽ ടോയ് ചേട്ടൻ്റെ പോർഷൻസ് ഒക്കെ തുടങ്ങിയിരുന്നു. ടോയ് ചേട്ടൻ വിവേക് അനിരുദ്ധ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ എനിക്കും പുള്ളിക്കും പേഴ്സണലി കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അനുരാജ് ചേട്ടൻ പുള്ളിയോട് പറഞ്ഞത്, എനിക്ക് ടൊവിയെ പോലെ തന്നെ ഇനിയൊരു ഹീറോ ഉണ്ട് സിനിമയിൽ, അപ്പോൾ താമി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്, ഈ എങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞ ശേഷം വിവേക് അനിരുദ്ധും പുള്ളീൻ്റെ ടീമുമായിട്ട് ഒരുപാട് സെർച്ചിങ്ങിലായിരുന്നു. ഒരുപാട് ഓഡിഷൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടും കിട്ടാത്ത ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവരുടെ മോഷൻ പോസ്റ്റ് കാണാനിടയാകുകയും ഞാനത് തിരിച്ച് റീടാഗ് ചെയ്ത സമയത്താണ് അവർ എൻ്റെ പ്രൊഫൈൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ ഒരു 5 മിനിറ്റിലെ ഒരു കോൺവെർസേഷൻ എന്നെ ഇവിടെ എത്തി നിർത്തിയിരിക്കുകയാണ്. ഓഡിഷനിലേക്ക് ഞാൻ അയച്ചതല്ല. മോഷൻ പോസ്റ്റ് ഓൾറെഡി റിലീസായി. അപ്പോൾ എൻ്റെ വിചാരം, മലയാള സിനിമ പെട്ടെന്നാണല്ലോ, ഒരു 45 ഡേയ്സ് ഒരു 50 ഡേയ്സ് ഷെഡ്യൂൾ കഴിഞ്ഞ് പെട്ടെന്ന് വർക്ക് ചെയ്യും, പോസ്റ്റിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞൊരു സിനിമ ആയിരിക്കും. മേ ബി നമുക്ക് അവരെ ടാഗ് ചെയ്യാം. എനിക്ക് ഇങ്ങനെയുള്ള സിനിമകളും റൂട്ടഡ് ആയിട്ടുള്ള ആ ടൈറ്റിൽ തന്നെ എനിക്ക് ക്യാച്ച് ചെയ്യായിരുന്നു. സോ മേ ബി അവർ കണ്ടോട്ടെ, പ്രൊഫൈൽ കാണുകയാണെങ്കിൽ അടുത്ത സിനിമയിൽ എന്തെങ്കിലും വിളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ടാഗ് ചെയ്ത് അയച്ചത്. ഗോഡ്സ് ഗ്രേസ്, ദൈവം ഇപ്പോഴും അത്ഭുതം തന്നെയാണ് എനിക്ക്. ദൈവം നേരിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റി തരിക എന്നുള്ള പറയുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റിൽ നടന്ന കോൺവെർസേഷനാണ് വീണ്ടും എന്നെ ആലപ്പുഴ ലൊക്കേഷനിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ഈ സീനിൻ്റെ ഒരു നറേഷൻ പറയുകയും അത് അഭിനയിച്ച് നോക്കാൻ ഇടയാകുകയും പിന്നെ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു, നമുക്ക് വിളിക്കാം, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ തിരക്കിലായത് കാരണം. അപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലൊരു വിങ്ങലായി, നമ്മൾ ചെയ്തിട്ട് വന്നത് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഞാൻ വിട്ടില്ല. ഞാനിങ്ങനെ അസോസിയേറ്റ്സിന് എന്തായി എന്ന് ചോദിച്ച് പിന്നെ അനുരാജ് ചേട്ടനെ ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു, ചേട്ടാ എന്നെ വിശ്വസിക്കണമെന്നത്. പിന്നെ രണ്ടാമതൊരു മീറ്റിംഗ് കൂടെ വെച്ചു ഞങ്ങൾ വയനാട്ടിൽ. അങ്ങനെ വീണ്ടും അതിൻ്റെ അസോസിയേറ്റ്, നമ്മുടെ ചീഫ് അസോസിയേറ്റ് രതീഷ് ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെ ഇരുന്ന് ആ സെഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയ സമയത്ത് അവർക്ക് ഓക്കെയാണ്, നമുക്കിത് ചെയ്യാടാ, ഈ മീറ്ററിലുണ്ട്, നമുക്ക് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ചെയ്ത് നമുക്കിത് പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിലൂടെ വന്നതാണ് താമി. യെസ്, അതാണ് ഒരു 12 വർഷത്തെ സ്ട്രഗിളിനെ കുറിച്ച് പ്രണവ് പറയാറുണ്ട്. അപ്പൊ അതിനുശേഷം കിട്ടിയൊരു റിസൾട്ട്, അത് ഇങ്ങോട്ട് വന്ന് അല്ലേ കിട്ടിയ റിസൾട്ട്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അതാണ്, നമ്മൾ എവിടെ നമ്മൾ മുട്ടണം എന്ന് ആലോചിക്കരുത് ഒരിക്കലും. നമ്മൾ മുട്ടുന്ന ഡോറ് നമ്മൾ മുട്ടുക കോൺഫിഡൻ്റ് ആയിട്ട്, അത് എപ്പോഴെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി തുറക്കും. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ ഒരു മൈൻഡോട് കൂടെ തന്നെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമ്മളിലേക്ക് അത് തേടി വരും എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ സെയിം കാര്യം ഈ ഇടയ്ക്ക് ഒരു 115 വയസ്സുള്ള എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ ഒരു വനിതയുടെ ഇന്റർവ്യൂ കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, ഇതുവരെ ജീവിച്ചതിൽ നിന്ന് ഒരു പാഠം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ട് എന്തായിരിക്കും? അവർ എക്സാക്ട്ലി ഇതാണ് പറഞ്ഞത്, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്ക് ചെയ്യുക,
അറിയാം എവിടെയാണ് നമുക്കുള്ളത് ഉണ്ടാവുന്നത്. അത് നേരത്തെ തിരിച്ചറിഞ്ഞു പ്രണവ് എന്നുള്ളത്. ഈ ഒരു ബർത്ത്ഡേക്ക്, പ്രണവിന്റെ ബർത്ത്ഡേക്ക് ഒരു പോസ്റ്റർ അല്ലെ വന്നിരുന്നു. അന്നാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്യുന്നത്. ആ ഫോട്ടോ തന്നെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു. അന്ന് ടൊവിനോ പറയുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക് ശേഷം എല്ലാവരും സംസാരിക്കാൻ പോകുന്നത് പ്രണവിനെ കുറിച്ചായിരിക്കും എന്നുള്ളത്. ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു നറേഷൻ എങ്ങനെയായിരുന്നു? എങ്ങനത്തെ ഒരാളായിരിക്കുന്നതാ? ആക്ച്വലി ഈ ബർത്ത്ഡേയുടെ സമയത്ത് മാം പറഞ്ഞ പോലെ എനിക്കും സർപ്രൈസ് ആയിരുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അവർക്ക് അറിയായിരുന്നു. പിന്നെ ടീമിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ വരുമെന്നുള്ളതും ഞാനന്ന് ഗസ് ചെയ്തിരുന്നു. ബട്ട് അവർ അയച്ചു. ബട്ട് ടോവിച്ചേട്ടൻ്റെ പ്രൊഫൈലിൽ ആ ഒരു ക്യാരക്ടർ ഇട്ട് ഹാപ്പി ബർത്ത്ഡേ പ്രണവ് എന്നിട്ടപ്പോഴാണ് അത് എനിക്ക് കംപ്ലീറ്റ് ആയത്. അത് വല്ലാത്തൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്നെയായിരുന്നു, ഒരു ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമുക്ക് ട്രൂ ഇൻസിഡൻസ് ആണ്, കുറച്ച് നല്ല നടന്ന സംഭവങ്ങളിൽ നിന്ന് തഴുകിയെടുത്ത സാധനമാണെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ട്രൂ ഇൻസിഡൻസിനോട് വളരെ കണക്റ്റ് ആകുന്ന ആളാണ്. കാരണം ഞാൻ വീരപ്പൻ്റെ വെബ് സീരീസ് ചെയ്തത് ഒരു ട്രൂ ഇൻസിഡൻ്റ് ആയിരുന്നു. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനിടയായി. പിന്നെ സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതും അതും ഒരു ട്രൂ ഇൻസിഡൻറ്റ് സ്റ്റോറിയാണ്. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു ട്രൂ ഇൻസിഡൻറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും സന്തോഷമായി. പിന്നെ ഇതുപോലെ ഇത്രയും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ അതിനകത്തേക്ക് വരുന്നതും. പിന്നെ ക്യാരക്ടറിൻ്റെ ആ ഒരു ആർക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമുക്ക് നിന്ന് പെർഫോം ചെയ്യാനും കറക്റ്റ് ആ പ്രോപ്പർ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ആ ജീവൻ അറിഞ്ഞ് അവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഹാർഡ് വർക്കോട് കൂടെ നമ്മളെല്ലാവരും ടീം വർക്കായിട്ട് ചെയ്തൊരു സാധനം പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ഇമോഷണലി എല്ലാവരും ലോക്കായി. ഒരുപാട് സന്തോഷം. ഈ മുത്തങ്ങ വിഷയം ഈ സിനിമയെ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണോ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഇത് അറിയുകയും അങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ ന്യൂസൊക്കെ ഓൾറെഡി നമ്മൾ കാണുമല്ലോ, ന്യൂസസ് കാണാൻ നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം ഇതെവിടേക്കോ സ്ക്രോൾ ചെയ്ത് പോയൊരു ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനോട് ഓൾറെഡി കഴിഞ്ഞു പോയ വിഷയമാണ്. നമുക്ക് ചിന്തിച്ച് അതിലേക്ക് അത് തന്നെ നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഇതൊരു ഇതില്ല. പിന്നെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ വീണ്ടും അതൊന്നുകൂടെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ദൈവമേ ഇത്രയും ആഴമേറിയ ഒരു മുറിവാണ് അവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ചെയ്യാൻ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നി. ബട്ട് സെറ്റിലേക്ക് പോയി അവരുടെ സെറ്റ് വർക്കും അവരുടെ ആ ഒറിജിനൽ ആയിട്ടുള്ള പീപ്പിൾസും അവർ പറയുന്ന കഥയും ഇതിൽ അഭിനയിച്ചതിൽ പ്രായമുള്ള കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട്. അവർ ഓൾറെഡി ആ ഇൻസിഡൻറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവരോട് ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ തകർന്നു പോകുന്നതും അവരതിനെക്കുറിച്ച് പറയുന്നതും അവരുടെ മക്കളുടെ വേദനയും ഒരുപാട് വേദനകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കത് അത്രയും സിനിമയെ കാണിക്കാൻ പറ്റുമോ കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, എണീറ്റ് നിൽക്കാൻ പോലും ആകാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആ 45 ഡേയ്സും. പിന്നെ അവരുടെ ചിരി എന്ന് പറയുന്നത് കളങ്കമില്ലാത്തൊരു ചിരിയാണ്. അവർക്ക് നുണയായിട്ട് ചിരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ളൊരു ചിരിയുള്ള മനുഷ്യരുടെ കൂടെ അത്രയും ദിവസം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഈ സിനിമ കാണുമ്പം ഈ പോർഷൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒറിജിനലി നടന്ന സംഭവമാണല്ലോ എന്ന ഒരു ചിന്ത കൂടി നമ്മളെ ഭയങ്കര ട്രോമറ്റൈസ് ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. അത് പെർഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം ഉള്ളിലേക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? എന്താ തോന്നിയത്? അതാ പറഞ്ഞ ഈ 45 ഡേയ്സും നമ്മളിപ്പോൾ കൂടുതലും നമ്മൾ സെറ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഒരു 5:30 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ സെറ്റിലേക്ക് ഒരു 6 o'clock ഒരു 6:30 വന്നു കഴിഞ്ഞാൽ അമലേട്ടനാണ് എന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പുള്ളി എന്നെ വന്ന് ആ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാനാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കണ്ണാടി നോക്കുന്ന സമയത്ത് ഞാൻ അവരായിട്ട് ഞാൻ മാറിയായി. പിന്നെ ആ കോസ്റ്റ്യൂം ഇട്ട് അവരുടെ കൂടെ പോകുന്ന സമയത്ത് പിന്നെ അവർ തന്നെയാണല്ലോ. പിന്നെ എനിക്കും നമ്മുടെ ആ പോലീസുകാർക്ക് ഉണ്ടായിരുന്ന ഇൻട്രാക്ഷൻസ് വളരെ കുറവായിരുന്നു. കാരണം അങ്ങനെ ഒരു മൂഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരോട് സംസാരിക്കാൻ തന്നെ പറ്റില്ല. എങ്കിലും ലഞ്ച് ബ്രേക്സിലൊക്കെ അവർ വന്ന് സംസാരിക്കാറുണ്ട്, നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. എങ്കിലും ആ സീക്വൻസിൻ്റെ ഒരു മൂഡ് നമ്മൾ ട്രാവൽ ചെയ്ത് പിടിച്ചു പോകുന്ന സമയത്ത് ശരിക്കും ആ മുത്തങ്ങയെ തന്നെ എനിക്ക് ആ ഒരു 45 ഡേയ്സ് നിന്ന പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. എനിക്കിപ്പോഴും അത് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു നെഞ്ചിനകത്തൊരു ഇടിപ്പാണ്. അങ്ങനെയുള്ളൊരു ഇത് തന്നെയായിരുന്നു എൻ്റെ ഹോംവർക്ക് അല്ലേ? അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ചില സമയത്ത് അങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. ആ കാടിന്റെ ഒരു സ്വഭാവം പൂർണ്ണമായിട്ട് ഇണങ്ങുന്ന ഒരു ശരീരം കൂടിയാണ് ഈ താമി എന്നുള്ള ക്യാരക്ടറിന്റെ. അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രത്യേകതകളുണ്ട്. ഇയാളുടെ റിയാക്ഷൻ ആവട്ടെ, റിഫ്ലെക്സ് ആവട്ടെ, ഇയാളുടെ ഒരു വേഗമാകട്ടെ, എല്ലാം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഹോംവർക്ക് ഈ ഇൻട്രാക്ഷൻ അല്ലാണ്ട് വേറെ എന്ത് രീതിയിലാണ് ചെയ്തത്? എനിക്ക് ഹോംവർക്ക് ആയിട്ട് ഇതിൽ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾറെഡി ഇതുപോലെയുള്ള റൂട്ടഡ് ആയിട്ട് ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനോട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അത് നമ്മളിലേക്ക് എടുത്താൽ മാത്രം മതി. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, ഈ മരം കയറുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അവര് ആക്ച്വലി കാട്ടിൽ കയറുന്നത് ഇതിനേക്കാളും ഹൈറ്റുള്ള മരങ്ങളിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സീക്വൻസാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒറിജിനലായിട്ട് അവരെനിക്ക് വന്ന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ ആ ഒരു പിടുത്തവും ആ കയറുന്ന രീതിയും
നമ്മൾ കയറുന്ന സമയത്ത് അവർ ഓൾറെഡി ഡെയിലി ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഫേസിൽ അത്രയും ഇതൊന്നും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മരം കയറുന്ന സമയത്ത്. അപ്പോൾ ആ ഫേസിൽ ആ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ റെഗുലറിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ അത് ചെയ്യണം. പിന്നെ ഡോഗ്, എൻ്റെ കൂടെ അഭിനയിച്ച ഡോഗും അവൻ ട്രെയിൻഡ് ഡോഗാണ്. അപ്പോൾ ആ 1000 പേര് 1500 പേരുള്ള സെറ്റിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചാലും അവൻ എൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു ഇതൊക്കെ ഒരു 3 വീക്സ് മുമ്പേ പോയി ഞാൻ അവനെ ട്രെയിൻ ചെയ്തിരുന്നു. രാവിലെ തൊട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ അവന് കറക്കാൻ കൊണ്ടുപോകും. പിന്നെ കുറച്ച് പ്രാക്ടീസസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ട്രെയിനറായ അരുൺ ചേട്ടനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഭാഷയുടെ ഭാഷ അതുപോലെ തന്നെ പ്രസാദ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ആ കമ്മ്യൂണിറ്റിയിലുള്ള ചേട്ടൻ തന്നെയാണ്. നമുക്കിത് ഡയലോഗ്സ് എങ്ങനെ പറയണം, ഒരു വാക്കാണെങ്കിലും നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അത് റോങ് ആയിട്ടാണ് വന്ന് കൺവേ ആകുക. സോ ആ വാക്ക് ഏത് മൂഡിൽ പറയണം എന്നുള്ളതൊക്കെ പുള്ളിക്കാരനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഡബ്ബിങ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അനുരാജേട്ടൻ്റെ അടുത്ത് ഒരു ചെക്ക് ചെയ്യണമല്ലോ, ഇത് ഓക്കെ ആണോ ഈ മിനിറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് നീ ഇത് അഴിഞ്ഞാടിക്കോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടത് അനുരാജേട്ടൻ തന്നെയാണ്. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. ടോട്ടലി ഒരു ടീം വർക്കായിട്ട് അതിൽ വർക്ക് ചെയ്ത ഡ്രൈവർ ചേട്ടന്മാർ വരെ, എന്നെ രാവിലെ എണീറ്റ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് വിടുന്ന ഡ്രൈവർ ചേട്ടന്മാർ വരെ ഇതിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് നമ്മുടെ സിനിമയാണെന്ന് ഒരു ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്ത കാരണം തന്നെ ആയിരിക്കാം ഈ സിനിമ ഇത്രയും സംസാരിക്കപ്പെടുന്നത്. ടോവിനോയിട്ടുള്ളൊരു കോമ്പിനേഷനിലേക്ക് വന്നാലേ, ഇപ്പം ടോവിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിനെ അത്രയും കംഫർട്ടബിൾ ആക്കി, ഈ പെർഫോമൻസ് ഒക്കെ കണ്ടാൽ അത്രയും നന്നായി പറയുകയോ. ഇപ്പം നമ്മുടെ ഇന്റർവ്യൂവിലും അത് തന്നെയാണ് സംസാരിക്കുക. ഏത് ഇതിനു മുമ്പുള്ള സിനിമകൾ ചെയ്യുമ്പോഴും ഏത് കൂടെ അഭിനയിച്ച ആരുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ടോവിനോ പറയാറുണ്ട്. അവിടുത്തെ നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ടോവി ചേട്ടനെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ ടോവി ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വലിയൊരു ഇൻസ്പിറേഷനാണ് ടോവി ചേട്ടൻ. കാരണം ടോവി ചേട്ടൻ വന്ന ഒരു റൂട്ടും നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന റൂട്ടും എല്ലാം കണക്റ്റ് ആവും. പിന്നെ പുള്ളിക്കാരൻ വന്ന് നിൽക്കുന്ന ഒരു ഇത് കാണുന്ന സമയത്ത് നമ്മൾ എത്രയോ പുള്ളിയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു സ്ഥലത്ത് പുള്ളി വന്ന് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഒരു കുഞ്ഞ് ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ, അതും ഫൈറ്റാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ മേത്തൊന്നും തട്ടാതെ ആദ്യം ഫസ്റ്റ് എനിക്കും ടോവി ചേട്ടനുള്ള സീക്വൻസ് തന്നെ ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിലും പുള്ളി പറയുന്നത് നീ ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താലേ ഇത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അത് ഭയങ്കര ഓടായിട്ട് അത് ഫീൽ ചെയ്യും. സോ ചവിട്ടേണ്ട സമയത്ത് നീ ചവിട്ടിക്കോടാ, ഞാനത് കൊള്ളാന്ന് പറയുന്നതൊക്കെ ഒരു ഏത് ആർട്ടിസ്റ്റ് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തമിഴിലും വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ. ചില സ്ഥലത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഞാൻ കാണാറുണ്ടായിരുന്നു. ബട്ട് ടോവി ചേട്ടൻ്റെ അടുത്ത് എനിക്ക് തീരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരന് നമ്മുടെ ഒരു വേദന അറിയാൻ പറ്റും. ഞാൻ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നു, നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അപ്പം തന്നെ സംസാരിക്കുകയും നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം സഹായിച്ചത് ടോവി ചേട്ടൻ തന്നെയായിരുന്നു. ആക്ച്വലി നമ്മുടെ നരിവേട്ട സെറ്റിലേക്ക് കുറേ ഡയറക്ടേഴ്സ് ടോവി ചേട്ടനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തും റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇൻട്രോ ചെയ്യുന്നത് പ്രണവാണ്, ഇതിലൊരു മുഖ്യമായ ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ ചെയ്യുന്നതൊക്കെ എത്ര പേര് ചെയ്യും എന്ന് എനിക്കറിയില്ല. എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നു. ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ് വർക്കിംഗ് വിത്ത് ടോവി ചേട്ടൻ. ഈ താമിക്ക് കിട്ടിയ ഏറ്റവും നല്ല അപ്രീസിയേഷൻ ആഫ്റ്റർ റിലീസ്, മേ ബി മനസ്സിൽ തട്ടിയ ഒരു അപ്രീസിയേഷൻ എന്തായിരിക്കും? ജനങ്ങളുടെ കയ്യടി, അത് തന്നെയാണ്. കാരണം എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും സിനിമ കൊണ്ട് ഇറങ്ങിയിട്ട് തന്നെ വന്നിട്ട് ഒരു 2 സെക്കൻഡ് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ഹഗ് ചെയ്ത് പോകുന്ന സമയത്താണ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ വില ഒന്നും കൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോഴും ഇമോഷണലാണ് എനിക്കത് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ. കാരണം കൊച്ചു കുട്ടികൾ മുതൽ പ്രായമേറിയ അപ്പാപ്പനും അമ്മാമ്മയും വരെ എന്നെ വന്ന് ഹഗ് ചെയ്ത് മോനെ നെഞ്ച് അങ്ങ് പറിച്ചുകൊണ്ട് പോയി നീ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ആ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെ ഒരു പ്രൊഫൈലോ ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ എനിക്ക് മാറ്റി നിർത്തി വേണമെന്ന് ഇവിടെ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ ഫെയിമായി എന്ന രീതിയിലോ എനിക്ക് സംസാരിക്കുന്നതിനേക്കാളും നമ്മളൊരു ജീവനുള്ള ഒരു സാധനം, അത്രയും വേദനയുള്ള ഒരു സാധനം പ്രോപ്പറായിട്ട് നമ്മളത് കൺവേ ചെയ്തു എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. തിയേറ്ററിൽ നിന്ന് കൊച്ചുകുട്ടികൾ കരയുന്ന വീഡിയോസ് വരുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പൊളിറ്റിക്സ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദന, മനുഷ്യന്റെ വേദന കണ്ട് അത് മനസ്സിലാക്കിയിട്ട് കരയുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് എത്രമാത്രം രാഷ്ട്രീയബോധം ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ആ രീതിയിൽ ഭയങ്കര അതെ. ഇപ്പോൾ വലിയവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു കൊച്ചുകുട്ടി അവനിരുന്ന് കരയുന്നു. ഇപ്പോൾ റീസെന്റ് ഞാനും അവൻ്റെ വീഡിയോ കണ്ടിരുന്നു. അവനെ പോലീസ് ആവണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ട് പോലീസ് ആവണ്ട എന്നുള്ളത് അവൻ എങ്ങനെ ഉൾക്കൊണ്ടു? കാരണം അത്രയും കണക്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടേഴ്സ് അവിടെ വർക്കായിരിക്കുന്നത്. അവനത് എങ്ങനെ എടുത്തു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബട്ട് അവൻ ലിറ്ററലി പൊട്ടി കരയുകയായിരുന്നു. അതൊക്കെ കാണുന്ന സമയത്ത് ഓക്കെ, നമ്മൾ കൺവേ ചെയ്ത മെസ്സേജ് പ്രോപ്പറായിട്ട് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും, എല്ലാ ചെറിയ തൊട്ട് വലിയ ആൾക്കാർ വരെ എത്തി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പെറ്റ്സിനെ ഡീൽ ചെയ്യാനൊക്കെ പണ്ടേ ഈസി ആയിരുന്നോ? എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ
എൻ്റെ വീട്ടിൽ തന്നെ 4 ഡോഗ്സ് ഉണ്ട്. സോ അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള കാരണം എനിക്ക് അവനെ ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ സെറ്റിനകത്ത് ഒരു ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരണം, ആ ഷോട്ട് നമ്മൾ വൈകിക്കാതെ എടുക്കണം എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ അവനെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മളത് ചെയ്തു. എൻ്റെ അനുരാജ് ചേട്ടൻ അതിനുള്ള ഒരു ക്ഷമ തന്നെ കാണിച്ചു. എല്ലാവരും ഇപ്പോൾ ടോയ് ചേട്ടനാണെങ്കിലും ഒരു സീന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-3 ടേക്കൊക്കെ പോകുന്ന സമയത്ത് അവനാകെ കുറച്ച് റഷാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. പിന്നെ അവനെയും ഒന്ന് കംഫർട്ടബിൾ ആക്കി അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത്. പിന്നെ ഒരുപാട് റിയലായിട്ടും അടി കൊണ്ടു. ഇപ്പൊ ആര്യൊക്കെ പറയായിരുന്നു പാടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ദേഹമൊക്കെ കരിനീൽച്ച് കിടക്കുന്നു വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ. ആ രീതിയിൽ ആ ഒരു അവസാനത്തേക്ക് വരുന്ന ഒരു ആക്ഷൻ സീക്വൻസ്, ആ ഒരു ക്രൗഡിൽ വരുന്ന ആക്ഷൻ ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടിട്ടുണ്ടാവുമല്ലോ? ഒരുപാട് ബുദ്ധിമുട്ടി. എങ്കിലും നമുക്ക് ആ ബുദ്ധിമുട്ട് എങ്ങനെ അത് ആ വേദന അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പാഡ് ഇട്ടിട്ട് തല്ലുകൊള്ളുകയാണ്. നമുക്ക് ആ ഇടി കൊണ്ടുവന്നതിന് ശേഷം ഷോട്ട് കട്ട് ചെയ്ത ശേഷം വെള്ളം തരാൻ ആളുണ്ട്. നാളെ രാവിലെ വരുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ആളുണ്ട്. ബട്ട് അന്ന് അവിടെ നടന്ന സമരത്തിൽ ആ കൊണ്ട വേദനയ്ക്കും അടിക്കൊന്നും വേദനയ്ക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ വെള്ളം ചോദിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കൊള്ളുന്ന ഒരു അടിയല്ല. അപ്പോൾ ആ പെയിനും കൂടെ ഉള്ളിൽ കിട്ടുമ്പോൾ എനിക്ക് ഒന്നും കൂടെ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൂടി, അവരുടെ അടുത്തുള്ള റെസ്പെക്റ്റ് ഒന്നും കൂടെ കൂടി. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ഷോട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് 100% അക്സെപ്റ്റ് ചെയ്ത് തന്നെ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിനൊരുപാട് സഹായിച്ചത് ഫീനിക്സ് പ്രഭു മാസ്റ്ററാണ്. നമ്മൾ എന്തൊക്കെ അത്രയും ഹാർഡായിട്ടുള്ളൊരു ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നേരത്തെ പറയും, നേരത്തെ നോക്കും, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കും. എങ്കിലും എനിക്ക് വേദന, അന്ന് അവരനുഭവിച്ച വേദനയെ നമ്മൾ എപ്പോഴും നമുക്കത് ഒരിക്കലും നമ്മളത് കൊണ്ടുവരാൻ പറ്റില്ല. അത് അവരുടെ വേദന തന്നെയാണ്. ആ വേദന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ഇങ്ങനെ ഒരു എലമെന്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര് വീണ്ടും ഓർക്കുകയാണ്. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അത് ഓർക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു എന്നുള്ള ചിന്ത കൂടി. ആ രീതിയിൽ ഒരു വലിയൊരു ആക്ടാണ് ഈ സിനിമ ചെയ്തു വെക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പം തമിഴിലാണ് തുടങ്ങിയത്, മലയാളിയാണ്, സിനിമ എന്നും ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യമേ തമിഴിൽ ശ്രമിച്ചു പോയതാണോ അല്ലെങ്കിൽ ഇവിടെ ശ്രമിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയതാണോ, എങ്ങനെയായിരുന്നു അത്? എൻ്റെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ മലർവാടി ആർട്സ് ക്ലബ്, പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്. നിവിൻ ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ആ ഒരു സെറ്റിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് +2 കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ ലാംഗ്വേജിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരോട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ സെറ്റിലേക്ക് പോയത്. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം പോക്കിരി രാജയാണ് എനിക്ക് കിട്ടിയത്. പോക്കിരി രാജയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ സ്ക്രീനിൽ കാണില്ല. അത്രയും ക്രൗഡിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ പിന്നെ എന്നിലേക്ക് തന്നെ ഞാനൊരു ചോദ്യം റൈസ് ചെയ്തു, എങ്ങനെയാണ് ആ ക്യാമറയുടെ അടുത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ശേഷം എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കാനിടയായതും എൻ്റെ കോൺടാക്ട്സ് കുറച്ച് ഡെവലപ്പ് ആയതും. അപ്പോൾ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്, തമിഴ്നാട്ടിൽ. സോ അവിടെ പഠിച്ച കാരണം കോൺടാക്ട്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ ഒരു 30-ഓളം ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വേറെ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട്. അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കോളേജ് ബാച്ചിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ലോകേഷ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് സന്തോഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. അപ്പോൾ അവൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കോളേജും പരിപാടിയൊക്കെയാണ്, നിനക്കിതൊരു നല്ല സ്റ്റാർട്ടായിരിക്കും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഫസ്റ്റ് പടം വിജയ് സാറിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഞാൻ പോയി വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് അവർ പറഞ്ഞ പോലെ ഇതൊരു നല്ല സ്റ്റാർട്ട് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു ട്രാവൽ, ആ ജേണി ഇന്ന് ഇവിടെ നരിവേട്ടയിൽ വന്നെത്തി. വിക്രം ചെയ്തു, എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. വിജയായിട്ട് അന്ന് എന്തെങ്കിലും കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, സംസാരിക്കുക ചെയ്തു? യെസ്, ഞാൻ അത് ആക്ച്വലി ഇൻഡസ്ട്രിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് വിജയ് സാറെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിനൂടെ അഭിനയിച്ചിട്ട് നിർത്തിയാലും മതി എന്നാണ് എൻ്റെ ആദ്യത്തെ തോന്നൽ. പിന്നെ ആദ്യ സിനിമ തന്നെ വിജയ് സാറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. വിജയ് സാറോട് ഡാൻസ് ചെയ്യാനും വിജയ് സാറോട് ഫൈറ്റ് ചെയ്യാനും വിജയ് സാറോട് ഒരു സീൻ ചെയ്യാനും പറ്റി. ബട്ട് അത് ഡയലോഗ് വേർഷനൊക്കെ കട്ടായി പോയിരുന്നു ഡ്യൂറേഷൻ്റെ ഇത് കാരണം. ബട്ട് സോങ്ങിലൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരനും ഇതുപോലെ തന്നെയാണ്. ഞാൻ ടോയ് ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ വർക്കിലെ പഞ്ച്വാലിറ്റി, പുള്ളിക്കാരൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു വേവ് ലെങ്ത്തും രീതിയും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പുള്ളി നമ്മുടെ അടുത്ത് വന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്. നമ്മളെക്കുറിച്ച് ആരാന്ന് അറിയാൻ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ ട്രാവൽ എന്നൊക്കെ ചോദിച്ചറിയാനുള്ളത്. അപ്പം അങ്ങനെ ഒരു മൊമെൻ്റ്, അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു 40-45 ദിവസം ട്രാവൽ ചെയ്തു. ഡെയിലി രാവിലെ വന്ന് വിജയ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, വൈകുന്നേരം വരെ പുള്ളിക്കാരൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിന് എനിക്ക് സഹായിച്ചത് തന്നെ ലോകേഷ് സാറാണ്. ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു 180 പേരോളം ഞങ്ങളെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് കോളേജിലേക്ക് കൊണ്ടുപോയത്. അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് എന്നെ വിക്രമിലേക്ക്, ഞാൻ മാത്രമേ എനിക്ക് വിക്രമിൽ കാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ക്യാരക്ടറിന്. അപ്പോൾ അതും ഇനി ഒന്നും കൂടെ നമുക്ക് ഒരു പുഷായി, ഒരുപാട് ഭാഗ്യമായിട്ട് തോന്നി. വിക്രമിലാണ് എനിക്കൊരു ലേബൽ കിട്ടിയത്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ വിക്രമിൽ ചെയ്ത ഒരാളല്ലേ, ആ ക്യാരക്ടർ ചെയ്തത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് സിനിമ എന്നുള്ളൊരു സാധനത്തിൽ ഞാനൊരു കുഞ്ഞൊരു
ടീമിനൊരു അംഗമായി എന്ന് എനിക്കൊന്ന് തോന്നിയത്. പിന്നെ വിക്രമിനെ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നു നിനക്ക് ഇതിൽ നിന്ന് നിനക്ക് ട്രാവൽ ചെയ്യാൻ ഇനിയും കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നുള്ളത്. ആ വിക്രമിൻ്റെ കണക്ഷൻ തന്നെയാണ് എനിക്ക് സൂപ്പർ സിന്ദഗിയിലേക്ക് എത്താനും മലയാളത്തിലേക്ക് വരാനും. സൂപ്പർ സിന്ദഗിയുടെ പ്രൊഫൈൽ കണ്ടിട്ടായിരിക്കും മേ ബി നരിവേട്ടയിൽ വിവേകേട്ടനെ കാസ്റ്റ് ചെയ്തതും അതിനുള്ള കാരണം. വിക്രത്തിലൊരു മൊമെന്റ് പറഞ്ഞ എന്തായിരിക്കും വിക്രം? എനിക്കെല്ലാം ഇങ്ങനെ ദൈവമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഗുണം തരുന്ന പോലെ വിക്രം ഒരു സ്പെഷ്യൽ തന്നെ ആയിരുന്നു. ആക്ച്വലി വിക്രം പോലെയുള്ള സാധനത്തിന് ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ ലോകേഷനോട് പേഴ്സണലി ഞാൻ ചാൻസ് എനിക്ക് തരണമെന്ന് ചോദിക്കാറില്ല, പുള്ളിയായിട്ട് എന്നെ വിളിച്ച് തരുന്നതാണ്. അതേപോലെ തന്നെയാണ് വിക്രമിൽ വർക്ക് ചെയ്ത ശേഷം ഞാൻ എല്ലാവരോടും അസോസിയേറ്റ്സിന് എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുമായിരുന്നു. കാരണം എന്നെ ഇതിൽ റെഫർ ചെയ്തതിനും ഈ ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചതിനും നന്ദി എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളാരും ഇതിൽ റെഫർ ചെയ്തിട്ടില്ല, ലോകേഷ് സാറിന് തന്നെ നീ തന്നെ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളിയാണ് നിന്നെ ഇതിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ ഉള്ള സീനിൽ ഞാൻ വർക്ക് ചെയ്തത് ഫഹദ് സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ ഫഹദ് സാറിൻ്റെ കൂടെ ഒരു 4 ദിവസം വർക്ക് ചെയ്യാൻ പറ്റി. ഫഹദ് സാർ പെർഫോം ചെയ്യണത് കാണാൻ പറ്റി. എല്ലാവരും പറയുമല്ലോ പുള്ളിയുടെ കണ്ണിൻ്റെ പവർ എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ നേരിട്ട് കാണാനും അത് സ്ക്രീനിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ മാജിക് അവിടെ കാണാനും ഒക്കെ സാധിച്ചു. മലയാളിയായിട്ട് മലയാളത്തിൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ കമൽ സാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വേൾഡ് വൈഡ് കണ്ടൊരു സിനിമയാണ്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമയാണ്. സോ അങ്ങനെ ഒരു സിനിമയിൽ ഒരു കൊച്ചു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇപ്പം എവിടെയാണ് സ്ട്രെങ്ത് പ്രണവിന്റെ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? എപ്പോഴും പറയാറുണ്ടല്ലോ ഇപ്പോൾ റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, അപ്പൊ അതിന് വേണ്ടി ഒരുങ്ങുക, മനസ്സും ബോഡിയൊക്കെ ഒരു ആ രീതി തന്നെയായിരുന്നു ഒരു തുടക്കം. അതെ, എനിക്ക് ആക്ച്വലി അത് എൻ്റെ അവകാശബോധമാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എനിക്ക് സ്റ്റാർട്ടിങ് ചെയ്യണമെന്ന് തന്നെ ഒരു സോൾഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റൂട്ടഡ് ആയിട്ടുള്ള സാധാരണക്കാരൻ്റെ ഒരു മനസ്സായിട്ട് അല്ലെങ്കിൽ ശരീരമായിട്ട് ഇണങ്ങി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. കാരണം ഞാൻ ട്രാവൽ ചെയ്ത രീതി അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സോ അതെനിക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു ടൈ ഇട്ടിട്ട് ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതിനേക്കാളും എനിക്ക് ഒരു സൈക്കിളിൽ വന്ന് ഇറങ്ങുന്നതാണ് കൂടുതൽ താല്പര്യമായിരുന്നത്. എനിക്കത് ഇനിയും ഒന്നും കൂടെ നല്ലപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതുപോലെയുള്ള ഡയറക്ടേഴ്സിനെ കൂടുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ടിൻ ചേട്ടൻ അല്ലെങ്കിൽ നമ്മൾ ലിജോ സാർ, അവരെ പോലെയുള്ള ഡയറക്ടേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യും. തമിഴ്നാട്ടിൽ വെട്രിമാരൻ സാർ, JBM ഡയറക്ടർ ജ്ഞാനവേൽ സാർ, അതുപോലെയുള്ള ഡയറക്ടേഴ്സ് ലോകേഷ് സാർ, അതുപോലെയുള്ള റോ ആയിട്ടുള്ള കണ്ടന്റ് എടുക്കുന്നവരെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യും. കാരണം അവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ, നമ്മുടെ ഒരു രൂപത സാദൃശ്യം വെച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്തു. ബട്ട് ഒരു ആക്ടർ എന്ന നിലയിൽ എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു റോ ആയിട്ടുള്ള ഒരു സാധനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നത് 10-12 വർഷം തന്നെയാണ്. ഇപ്പം മാസ്റ്ററിൽ കിട്ടിയത് ഒരു കോളേജ് വേഷമായിരുന്നു. അത് എനിക്ക് ഓൾറെഡി പരിചിതമാണ്. ഞാൻ കോളേജൊക്കെ നമ്മൾ ചെയ്ത കാരണം അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ വിക്രം കഴിഞ്ഞ ശേഷം ഞാൻ ഈ ലോങ് ഹെയർ വളർത്തിയിട്ട് ഞാൻ ഇന്ന് അത് വെട്ടിയിട്ടില്ല. നമുക്കത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിൽ നിന്ന് ആ ലുക്ക് മാറ്റാൻ വേണമെന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. അതിപ്പോൾ നരിവേട്ടയിൽ എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും ഞാനൊരു സിനിമ കഴിഞ്ഞ ശേഷം വെട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ വെട്ടായിരുന്നത്. ഇനി ഒരു നല്ല ക്യാരക്ടർ എന്തായാലും മാറ്റി പിടിക്കണം. ഇനിയും ഒന്നും കൂടെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം. മാസ്റ്ററിന്റെ ഫേസ് കണ്ടാൽ ഇതാണ് മനസ്സിലാവില്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈ പൊതുവെ ഡയറക്ടേഴ്സിനെ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് ചാൻസ് ചോദിക്കൽ പരിപാടികളുണ്ട്. ഇപ്പൊ ലോകേഷിനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞു, അല്ലാതെ നമ്മളിങ്ങനെ ആളുണ്ട് എന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പണ്ടത്തെ സിനിമകളും പണ്ടത്തെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റും അവരൊക്കെ ഒരു ഓഫീസായിട്ട് കയറി ഇറങ്ങി ഫോട്ടോസും കൊണ്ട് ഡെയിലി നോക്ക് ചെയ്തിട്ടാണ് ഓരോ ഓഫീസിലും പോയി നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. സോഷ്യൽ മീഡിയാസും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അവരിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കോൺവെർസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നും അവർ നമുക്ക് റിപ്ലൈ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ കാണുമെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നോടിപ്പോൾ പുതിയതായിട്ട് വരുന്ന പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ എന്താണ് ഇതിലേക്കുള്ള ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ എല്ലാവിടെയും മുട്ടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുക, അസോസിയേറ്റ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരാളെ നമ്മൾ കൊണ്ടുപോയി ചേട്ടാ ഇവൻ അഭിനയിക്കുമെന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ ഒരു സാഹചര്യത്തിലോ ഒരു പൊസിഷനിലോ അല്ല ഞാൻ. സോ അവർക്ക് ഇങ്ങനെയുള്ള ടിപ്സ് ഞാൻ കൊടുക്കും. ഞാൻ വന്നൊരു റൂട്ട് ഇതാണ്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഫോട്ടോഷൂട്ട് ചെയ്യുക, അത് പ്രൊഫൈൽ ചെയ്യുക, എന്നിട്ട് ഇതുപോലെയുള്ള നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അവർ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ പറ്റും, ഓക്കെ ഇവനെ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 12 വർഷം സിനിമയുടെ പുറകിലായിരുന്നല്ലോ, ഇതുപോലെ
ഇങ്ങനത്തെ സിനിമ റോളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ജീവിതമാർഗം എന്നുള്ളത് സിനിമ തന്നെയായിരുന്നു, ഏർണിങ്സ് എന്നുള്ളത് സിനിമ തന്നെയായിരുന്നു? അല്ല, ഞാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെയിന്റിംഗ് വർക്ക് ആയാലും ബസ്സിൽ കണ്ടക്ടർ ആയാലും ഈ സിനിമയിൽ ഇതിന്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ കോർപ്പറേറ്റ് ആയിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടുണ്ട്. എയർടെലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് വർക്ക് ചെയ്യുക, വൈകുന്നേരം അവർക്ക് അതിന്റെ കമ്മിറ്റ്മെന്റ്സ് എടുത്ത് കൊടുക്കുക, പേപ്പറായിട്ട് കൊടുക്കുക എന്നതിനേക്കാളും എനിക്ക് പുറത്ത് പെയിന്റിംഗ് വർക്കിലെങ്കിൽ ജനങ്ങളുടെ കൂടെ, സാധാരണക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് വൈകുന്നേരം ഒരു 1000 രൂപ കൂലി കിട്ടി ആ ശമ്പള പൈസ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുക എന്ന് പറയുന്നത് എനിക്ക് അതിനേക്കാളും ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. സോ അങ്ങനെ അല്ല, ഇത് നാട്ടിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമ തരുന്ന സന്തോഷം ഭയങ്കര, എല്ലാം സിനിമയിലേക്ക് എത്താനും കൂടി വേണ്ടി. അതെ, ഇപ്പോ ആ 12 years നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ജീവിതമാർഗം വീട്ടിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എങ്കിലും നമ്മൾ ഒരു പ്രായത്തിന് ശേഷം നമ്മൾ അവരോട് നമ്മൾ പോയി ചോദിക്കുക, നിൽക്കുക, എല്ലാത്തിനും അവരെ ഒരു ഹെൽപ്പിലേക്ക് ചെയ്യുക. എന്നെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കുഞ്ഞു രീതിയിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള വർക്കുകൾ കുറേ ചെയ്തു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അവരും ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പോൾ ലോകേഷിൻ്റെ കൂടെ 2 സിനിമ ചെയ്യുന്നു. ഇപ്പോഴത്തെ സിനിമ അൻരാജ് എന്ന ഡയറക്ടർ, ഈ രണ്ടുപേരും കമ്പയർ ചെയ്യില്ല. സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, ലോകേഷ് എന്ന ഫിലിം മേക്കറിൽ കണ്ടൊരു പ്രത്യേകതയും അൻരാജ് എന്ന ഫിലിം മേക്കറിൽ കണ്ടൊരു പ്രത്യേകതയും പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വലി ഡയറക്ടേഴ്സ് എപ്പോഴും അവരവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരിക്കും അവരുടെ മേക്കിങ്ങും പരിപാടികളൊക്കെ. ലോകേഷ് സാറിന് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വന്നതും ഒരു വലിയ സ്ട്രഗിൾസ് ഒന്നുമില്ല. പുള്ളി സിനിമയെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ പുള്ളി ആദ്യം എടുത്തു വെച്ച സ്റ്റെപ്പ് തന്നെ ആൾക്കാരിലേക്ക് വൈഡായിട്ട് അത് എത്തി. അപ്പോൾ പുള്ളിയും അതുപോലെയാണ് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതും ഒരു മനുഷ്യത്വം കാണിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പുള്ളി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് ലോകേഷ് സാറും. അതുപോലെ തന്നെ പ്രോസസ്സിൽ പറയുകയാണെങ്കിൽ വർക്കിംഗ് പ്രോസസ്സ് ഭയങ്കര കണ്ണിങ് ആണ് ആള്. പുള്ളി ഇപ്പോൾ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വർക്ക് അല്ലാതെ വേറെ ഒന്നും മനസ്സിലുണ്ടാവില്ല. നമ്മളതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പോയി സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് നമുക്ക് പറ്റില്ല. കാരണം പുള്ളിയുടെ ആ ഒരു മൂഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നില്ല. പിന്നെ അതുമല്ലാതെ പുള്ളി സെറ്റിലേക്ക് വന്ന ശേഷം ഞാൻ പേഴ്സണൽ ടോക്സ് അധികം പുള്ളി സംസാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. സിനിമ ഫഹദ് സാറും പുള്ളിയും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ ഷോട്ട് കഴിഞ്ഞ ശേഷം ഇൻട്രാക്ഷൻസ് ഒക്കെ ഫ്രണ്ട്ലി ആയിരിക്കും. ബട്ട് സിനിമേൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഓരോ ടോക്സ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം, എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, എങ്ങനെ ക്വാളിറ്റി ആയിട്ട് ചെയ്യാം. ഭയങ്കര സ്പീഡാണ്. പുള്ളിക്ക് കൊടുക്കുന്ന ബഡ്ജറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ ബഡ്ജറ്റാണ്. അപ്പോൾ പ്രൊഡ്യൂസറെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ, മുഷിപ്പിക്കാതെ ഭയങ്കര ഈസി ആയിട്ട് ഒരു ദിവസം ഒരു 3-4 യൂണിറ്റൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. പുള്ളിൻ്റെ അസോസിയേറ്റ്സും അസിസ്റ്റൻസും എല്ലാവരും പോയി ഷൂട്ട് ചെയ്യും. അവർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഫൂട്ടേജും ലോകേഷ് സാറിന്റെ മൈൻഡ് സെറ്റിലുള്ള ക്വാളിറ്റി ഫൂട്ടേജും രണ്ടും സിങ്ക് ആയിരിക്കും. പുള്ളി വിചാരിക്കുന്നത് പുള്ളിയുടെ 15 അസിസ്റ്റൻസിന്റെയും മൈൻഡ് സെറ്റും അത് തന്നെ ആയിരിക്കും. പല സീനുകൾ പലരെടുത്തും. അതെ, ഇപ്പൊ ലോകേഷ് സാർ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് സീനോ അല്ലെങ്കിൽ അതിന്റെ പാരലൽ ആയിട്ട് വേറെ എന്തെങ്കിലും സീക്വൻസ് ഒക്കെ അസോസിയേറ്റ്സ് പോയി ഷൂട്ട് ചെയ്തിട്ട് വരും. ആൻഡ് അത് നമുക്ക് ഇതും കൂടെ എഡിറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പുള്ളി ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ പുള്ളി അസോസിയേറ്റ് ഡയറക്ടർ ചെയ്തത് ഒരിക്കലും പറയില്ല. അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് അവർ. ആ 15 പേരും തീയാണ്. എല്ലാവരും അതുപോലെ നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യണതായിക്കോട്ടെ, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്നതായിക്കോട്ടെ, അവരുടെ സ്നേഹം ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ ഒരുപാട് വർഷമായി, 2021 എനിക്ക് അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നത്. ഇപ്പോൾ 25 ആയി. ഇപ്പൊ വരെയും ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ അങ്ങനെ ഹെൽത്തി ആയി തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ അനുരാജാട്ടിലേക്ക് വരികയാണെങ്കിൽ പുള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ക് എന്ന് പറയുന്ന സിനിമ കണ്ടത് ശേഷം ഭയങ്കര മനസ്സിലേക്ക് ഞാൻ പുള്ളിയെ എടുത്തു വെച്ചൊരു ഡയറക്ടറാണ്. പക്ഷേ എനിക്ക് പുള്ളിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇഷ്ക് എന്ന് പറയുന്നതിൽ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ റസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം പുള്ളി വർക്കൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമയിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് പുള്ളിയുടെ ആ 6 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം നരിവേട്ട എന്ന് പറഞ്ഞൊരു സാധനം പുള്ളി വിട്ട സമയത്ത് ഇത് കാടും മനുഷ്യരെ സംബന്ധിച്ചൊരു സാധനമാണല്ലോ. അപ്പോൾ പുള്ളി നമ്മുടെ റൂട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ പുള്ളി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും പിൻ ചെയ്ത് വെക്കാം. അടുത്ത സിനിമ പുള്ളി നമ്മുടെ പ്രൊഫൈൽ നോട്ട് ചെയ്ത് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രോസസ്സ് ചെയ്തത്. ബട്ട് പുള്ളിയുടെ സിനിമയിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടറിനെ വിശ്വസിച്ച് തന്നു എന്നുള്ളത് സത്യമാണ്. ആൻഡ് പുള്ളിയുടെ അനുരാജേട്ടൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പുള്ളി ഒരു സാധനം ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ പുള്ളി അതിൽ ഭയങ്കര ക്ലിയർ ആൻഡ് കട്ടായിരിക്കും. അനാവശ്യമായിട്ടൊരു ഷോട്ട് വേണമെന്ന് പുള്ളി ആഗ്രഹിക്കില്ല.
അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ട് ഇതും കൂടെ എടുത്താക്കാം എന്ന് പുള്ളി പറയില്ല. ഭയങ്കര ക്ലീൻ ആൻഡ് കട്ടായിട്ടുള്ളൊരു മേക്കിംഗ് ആയിരിക്കും. പിന്നെ പുള്ളി പറഞ്ഞു കൊടുക്കുന്ന രീതി, അതായത് ഇപ്പോൾ ഇവിടെ ഒരു 1500 പേരോളം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് ട്രൈബ്സ് ആയിട്ട് അഭിനയിച്ചവരെല്ലാവരും ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളൊരു വിഷയം കൺവേ ചെയ്ത് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് അവർക്ക് എല്ലാവർക്കും എത്തുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും പോയി അസിസ്റ്റൻസും അസോസിയേറ്റ്സും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പുള്ളി വന്ന് നിൽക്കും, മൈക്ക് എടുക്കും, പുള്ളി നീറ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെ അവർക്ക് മതി. അവർക്ക് അത് കഥയെക്കുറിച്ചും നമ്മൾ എടുക്കാൻ പോകുന്ന രംഗത്തെക്കുറിച്ചും നല്ലപോലെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ ഒരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു അനുരാഗ് ചേട്ടൻ്റെ. പിന്നെ നമുക്ക് തരുന്ന ഫ്രീഡം, എനിക്ക് ലോകേഷ് സാറിൻ്റെ അടുത്തും ആ ഫ്രീഡം ഉണ്ട്, എങ്കിലും വൈഡായിട്ടുള്ള ഒരു ഇതായത് കാരണം നമുക്ക് ഒരുപാട് അവരടുത്ത് ചോദിച്ചറിയാനോ എനിക്ക് അങ്ങനെയുള്ളൊരു ക്യാരക്ടറും കിട്ടിയിട്ടില്ല, അങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറും. സോ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ പ്ലേ ചെയ്യണ കാരണം എനിക്ക് അനുരാഗ് ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കാൻ പറ്റി. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പുള്ളി തന്നൊരു ഫ്രീഡം തന്നെയാണ് ആ ക്യാമറയുടെ മുമ്പിൽ നമുക്ക് ആ ക്യാരക്ടറിന് ഇത്രയും മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിലാരാ ഉള്ളേ? അച്ഛനമ്മയൊക്കെ കൊച്ചി തന്നെയാണോ അതോ? അതെ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് മാരീഡാണ്. അച്ഛനും അമ്മയും ബിസിനസ്സൊക്കെ ആയിട്ട് പാലക്കാടാണ് നമ്മൾ സെറ്റിൽ ആയിരിക്കുന്നത്. പാലക്കാടിൽ വാളയാറിന് നിയർ ബൈ ആയിട്ടുള്ള ഒരു കുഞ്ഞു വില്ലേജാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യർക്കും ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ അറിയാം. അവിടെ സിനിമാക്കാരെന്നാണ് എന്നെ വിളിക്കുക. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ ശേഷം അവിടെ എല്ലാവരും കണ്ടു, അവിടെ നിന്ന് എല്ലാവരും വിളിച്ചു, ഒരുപാട് സന്തോഷം. അവർക്ക് കുമ്പളത്ത് അച്ഛൻ്റെ സ്ഥലം, കുമ്പളത്ത് എൻ്റെ അമ്മയുടെ വീടാണ്. അതെ അതെ, ഞാൻ ജനിച്ചത് ഇവിടെയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ സെറ്റിൽ ആയത് പാലക്കാട് എന്ന് പറയുന്ന ആ വാളയാറിന്റെ നിയർ ബൈ ആയിട്ടുള്ള വില്ലേജിലാണ്. അച്ഛനമ്മയ്ക്ക് സിനിമ ഉണ്ടോ? യെസ്, കണ്ടു. അവർ ആക്ച്വലി സ്റ്റക്കാണ്. അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പൊതുവെ ഭയങ്കര ഒരുമാതിരി അധികം എക്സ്പ്രസ് ചെയ്യില്ല. നന്നായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നീ ഇതുപോലെ ചെയ്തു എന്നൊന്നും പറയില്ല. പുള്ളി ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് അമ്മ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യും. അമ്മ നല്ലപോലെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി താമിക്ക് മുകളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരട്ടെ, തമിഴിലും മലയാളത്തിലും ഒക്കെ. ഈ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.